ഉണ്ടോ ചൂട് പോണുണ്ടോ? നല്ല ചൂട് കഞ്ഞിയും പയറും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ അമ്മ തന്ന ഉണക്കമീൻ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മുട്ട പൊരിച്ചു. പിന്നെ അമ്മ തന്ന ചമ്മന്തി ഇരിക്കുന്നുണ്ട്. ഇത് ബീബാൻഡിയുടെ സ്പെഷ്യൽ ചെമ്മീൻ അച്ചാർ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ. കൊച്ചിൻ്റെ മേക്കപ്പിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ എഡിറ്റ് ചെയ്യണമായിരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ ടൈം ലൈൻ? രസമുണ്ടല്ലോ ഇങ്ങനെ കാണാനായിട്ട്. പക്ഷെ കുറേ മണിക്കൂറുകളുടെ പരിശ്രമത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ കാണുന്നത്. ഇതുപോലെ തന്നെ എല്ലാ എഡിറ്റേഴ്സും ഇരുന്ന് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ചെയ്ത്. ഇതിപ്പോൾ നമുക്ക് സിംഗിൾ ക്യാമറയാണ്. ഒരുപാട് ക്യാമറയൊക്കെ ആണെങ്കിൽ സീനായിരിക്കും. ഇപ്പോൾ സമയം 4:30. വാവ്. നമുക്ക് പിന്നെ കുറച്ച് അലക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്യാപ്പിൽ ഇപ്പോൾ കൊച്ച് ഫൈനൽ ഔട്ട്പുട്ട് റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ഗ്യാപ്പിൽ നമുക്ക് ഇത് അലക്കാനിടാം. ഉച്ചക്ക് മുമ്പിൽ നിന്ന് വർക്ക് ചെയ്യണം എല്ലാവരും. ഇടയ്ക്ക് മോൻ കഴുകണം, അല്ലെങ്കിൽ എന്നെ പോലെ കണ്ണട വരും. നമ്മുടെ കണ്ണ് സ്ട്രെയിൻ ചെയ്യുവാണല്ലോ അത്ര നേരം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അതിനെ കൂളായി കൊടുക്കണം. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഒരു വെഡ്ഡിങ് വർക്കിൻ്റെ ഫോട്ടോസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആൽബം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആൽബത്തിലേക്ക് വേണ്ടിയുള്ള സെലക്ഷൻ ഫയലുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ മെയിൻ ഫാമിലി ഫങ്ഷൻ കാര്യങ്ങൾ, ഫാമിലി ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതിനുശേഷം ഞാനിതുപോലെ ഇരുന്ന് ഇങ്ങനെ സോർട്ട് ചെയ്യും. ഇപ്പോൾ സമയം 5:20. നമ്മളങ്ങനെ ഫൈനലി ഗ്രൂമിൻ്റെ ആൽബത്തിലേക്കുള്ള ഫയൽസ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് ക്ലയൻറ്റിന് അയക്കുവാണ്. ഇത് അപ്ലോഡ് ആയ ശേഷം ഈ ലിങ്ക് ഞാൻ ക്ലയൻറ്റിന് ഇട്ട് കൊടുക്കും. അപ്പോൾ ക്ലയൻറ്റ് ഇത് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് ഇനി ഏതെങ്കിലും പിക്ചേഴ്സ് വേണമെന്നാണെങ്കിൽ അത് നമുക്ക് നോട്ട് ചെയ്ത് തരും. അത് പിന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ വേണം നമ്മൾ ഇത് ഡിസൈനർക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് വേണം ഡിസൈനർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വർക്കിൻ്റെ രീതി. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല്. കൊഞ്ചാണ്. കൊഞ്ചിനെ ഈർക്കലിൽ കുത്തി നമ്മൾ പൊരിക്കും. പിന്നെ ഇതെന്താ കുഞ്ഞാ പരിപാടി? പയറ് മെഴുക്ക് വരട്ടി. പിന്നെ നമുക്ക് നമ്മുടെ നല്ല കിട്ടില്ല ഉണക്കമീൻ കേട്ടോ. ഇതൊക്കെ ടേസ്റ്റാണ്. കുറേ കാലം ഭയങ്കര രസം കേട്ടോ. പക്ഷെ എനിക്ക് ഈ സാധനം ഒരുപാട് കഴിച്ചു കഴിഞ്ഞാലേ എനിക്ക് ഭയങ്കരമായിട്ട് പല്ല് വിളിക്കും. ഏത് പയറാ? എന്താന്നറിയോ, എന്റെ പല്ല് പണ്ട് ഒടിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എനിക്ക് എന്നാലും ഭയങ്കര ഇഷ്ടമാണ്. ക്ലീൻ ചെയ്തു. ഓക്കെ. തല കളയല്ലോ കേട്ടോ. തല കളയോ കുഞ്ഞാ? നമ്മള് കളയാൻ പാടില്ല കൊഞ്ചിന്റെ. എല്ലാരും കളയും. തല ചെയ്തിട്ടില്ലേ ഇങ്ങനെ കടിച്ചടിച്ച് തിന്നണം. ഇത് പഠിപ്പിച്ചത് ഇച്ചായനാണ്. അപ്പൊ അതിന്റെയൊക്കെ വ്ളോഗ് വേറെ ഇടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ പിൻ ചെയ്തേക്കട്ടെ, ചുമരത്ത് കാണട്ടെ. അപ്പോൾ നമ്മുടെ കൊഞ്ചെല്ലാം ഈർക്കൽ കുത്തി സാധനം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. ഇത് കുക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് എടുക്കാം. അപ്പോഴേക്കും മസാല പിടിക്കട്ടെ. നാളെ രാവിലെ നമുക്ക് പുട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുട്ടുപൊടി ഇല്ല നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ പോയിട്ട് പുട്ടുപൊടി വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് നടന്നു പോകാനുള്ള കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. നമുക്കിവിടെ 24 hours സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അമ്പൊടിച്ചോളേണ്ടി വരും. കുറച്ച് അമ്പൊടിച്ചോളാം. ഓടിക്കാൻ പറ്റുന്നില്ല നോക്കി. ഇതെന്താ കമ്പെന്ന് അറിയോ? ഇത് ചുരുണ്ടിങ്ങനെ പോവില്ലെങ്കിൽ. അതല്ല, ഈ കമ്പ് ഏതാന്ന് മനസ്സിലായെന്ന്. അതെന്റെ ഹെയർ സ്റ്റൈൽ ചെയ്ത് കമ്പ്. അതെ, പക്ഷേ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന കമ്പാണ്. ഇറുക്കിലെ കിട്ടിയില്ല. അതെ, ഇതാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കുറെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന വൻപയർ ഇവിടെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ടേസ്റ്റ് ചെയ്യാം. കൊച്ചുണ്ടായിക്കൊണ്ടല്ല, പൊളിയാണ്. കൊച്ചു വെറുതെ സകലകല പല്ലവിയാണ്. ഇത് കുറെ നാളിങ്ങനെ ഹോസ്റ്റലിലൊക്കെ താമസിക്കണ്ടേ. കുക്കിംഗ് ഒക്കെ വെറുതെ പ്രോയാണ്. പ്രോ അല്ല പിന്നെ ഇങ്ങോട്ട് മാറിയപ്പോഴാണ് ശരിക്കും അതെ. ഇതൊക്കെ നോക്കി നമുക്ക് ഇങ്ങനെ ഇരിക്കാം.
കുറേ കാലമായിട്ട് ഞങ്ങള് കൊഞ്ചി കഴിച്ചിട്ട്. എന്നാ പിന്നെ അല്ലി എന്റെ കിള്ളുണ്ട്. അതിന് ഞാൻ വീട്ടിൽ പോയില്ലടോ. ആ എങ്കിൽ വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയി കഴിക്കാം. തനിക്ക് ഈ രാത്രിയില് അത്രയും വരാൻ ഭയമൊന്നുമില്ലല്ലോ. Cheers. എനിക്കോ നല്ല കാര്യമായി.